ഹലോ കൂട്ടുകാരെ, നമുക്ക് ചേമ്പിലെ പത്രോട ഉണ്ടാക്കിയാലോ? 2-3 ചേമ്പ് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇല കുറച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആകെ 10 ഇലയുള്ളൂ. അതിനകത്ത് നമുക്കൊരു 5 ഇല നമുക്ക് എടുക്കാം. നല്ലത് നോക്കി, അധികം മൂത്ത ഇല പാടില്ല, ചെറിയ ഇലയായിരിക്കണം. ഇത് നമ്മൾക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തിങ്ങനെ ചെറിയൊരു നാര് പോലെയുണ്ട്, അതിങ്ങനെ കട്ടി കൂടുതലാണ് ഇതിന്. അപ്പോൾ അത് നമുക്ക് ചെത്തിക്കളഞ്ഞതിന് ശേഷം നമുക്കൊരു ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ചപ്പാത്തിയുടെ റോള് വെച്ചിട്ട് ഇങ്ങനെ പരത്തി ഇങ്ങനെ കൊടുക്കണം. നാരിങ്ങനെ ചതച്ച പോലെ നമ്മളിങ്ങനെ ആക്കിയെടുക്കണം. എങ്കിലും നമ്മൾക്ക് അതിൻ്റെ മുകളിൽ മാവ് തേക്കുമ്പോഴും അത് വേവിച്ചിട്ട് കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കാനാണ് നമ്മളതുപോലെ ചെയ്യുന്നത്. കടലപ്പൊടി എടുക്കാം. കടലപ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അരി കുതിർത്തിയിട്ട് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെയൊന്നും എടുക്കാം. അത് നമ്മൾക്ക് ഏത് ടേസ്റ്റാണ് ഇഷ്ടം അതേപോലെ നമ്മൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ കടലപ്പൊടിയാണ് എടുക്കുന്നത്. 2 കപ്പ് കടലപ്പൊടി എടുക്കുന്നു. അതിൻ്റെ കൂടെ നമ്മൾക്ക് വേണ്ട സാധനങ്ങൾ: മുളക് പൊടി, കായപ്പൊടി, പിന്നെ ഒരു കഷ്ണം ചെറിയ പുളി, ഉപ്പ്, ജീരകം, പിന്നെ ഞാൻ കുറച്ച് ഇതെടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ പുളി ഒന്ന് കുതിരാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ബാക്കി ചേരുവകളെല്ലാം ചേർത്തിട്ട് നമുക്ക് ഈ കടലപ്പൊടിയിലിട്ടതിന് നന്നായിട്ട് നമുക്ക് പൊടി ഒന്ന് കുഴച്ചെടുക്കണം. അതിന് ശേഷമാണ് നമുക്ക് പുളിവെള്ളം ചേർത്തിട്ട് കുഴക്കേണ്ടത്. ഇത് കുഴക്കേണ്ടത് നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ കുഴച്ചെടുക്കണം. എങ്കിലും നമുക്കിത് ഇലയുടെ മുകളിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമ്മൾക്കിത് ഇഡ്ഡലിച്ചെമ്പിൽ വെച്ചിട്ട് ആവിയിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെന്ത് കിട്ടും. ഞാൻ ഇഡ്ഡലിച്ചെമ്പിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇനി വെന്താന്ന് നോക്കാനെങ്കിൽ നമ്മൾക്കിത് ഒരു കമ്പിയുടെ കഷ്ണം കൊണ്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ഇറുക്കിൽ കൊണ്ട് കുത്തി നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ടി കുറഞ്ഞ് മീൻ മുറിക്കുന്ന പോലെ ഇങ്ങനെ കട്ടി കുറഞ്ഞ് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. അപ്പം ചിലത് കുറച്ച് മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. ബാക്കി ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ആവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ എടുത്തിട്ട് അത് എണ്ണയിൽ പൊരിച്ചെടുക്കാനായിട്ട് മതി. ഇപ്പോൾ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് കഷ്ണം ഞാൻ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമ്മൾ മീനൊക്കെ ഇങ്ങനെ മസാല തേക്കില്ല അതേപോലെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് ഒരേ പീസിൻ്റെ ആവശ്യമുള്ള പീസിൻ്റെ മുകളിൽ നമുക്കിതിങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം എണ്ണയിൽ നമുക്കിതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് എരിവ് കൂടുതലും എനിക്ക് ഇത്തിരി എരിവ് ഇഷ്ടമാണ്. അതിൻ്റെ പേരിൽ ഞാനിത്തിരി എരിവിലാണ് തേച്ചെടുക്കുന്നത്. എരിവ് തേച്ചത് നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റും. മറ്റതൊക്കെ നമുക്ക് ചായക്കുള്ള വൈകുന്നേരത്തെ പലഹാരമൊക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം.